ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഈ ഒരു സ്കേർട്ട് ഇതുപോലത്തെ ഒരു കുർത്തി ആക്കണ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. പക്ഷേ ലോങ് വീഡിയോയിൽ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. ഞാനിപ്പോൾ ഇത് ലോങ് വീഡിയോ ചെയ്ത് ആരെങ്കിലും കാണുമോ ഇല്ലയോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നാലും ചെറിയ ഭാഗങ്ങളൊക്കെ എടുത്തു വെച്ചു. ചിലപ്പോൾ എനിക്ക് ലോങ് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയാലോ, അപ്പം അങ്ങനെ ചെയ്യാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഭാഗങ്ങൾ കാണിക്കാം. ഓറ്റോ വീഡിയോ ആദ്യം തന്നെ അപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ കൈ വെട്ടാണ് ആദ്യം ചെയ്യണത്. കൈക്കൂലിയാണ് ആദ്യം വെട്ടണത്. അപ്പോൾ അമ്മ ഓൾറെഡി അളവെടുത്ത് അമ്മയ്ക്ക് ശീലമുള്ളതുകൊണ്ട് എൻ്റെ അളവൊക്കെ അമ്മയ്ക്ക് കാണാപ്പാടാണ്. അപ്പോൾ അതൊന്നും അങ്ങനെ അളവെടുത്തിട്ടൊന്നുമില്ല വെട്ടണത്. ഒരു എന്താ പറയുക അസംഷനിൽ അങ്ങോട്ട് വെട്ടുക. പക്ഷേ ഇപ്പോൾ അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഓൾറെഡി കയ്യിലുള്ള ഒരു ചുരിദാറോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ കൈക്കൂലി അടയാളപ്പെടുത്തിയിട്ട് അങ്ങനെ വെട്ടിയാൽ മതി. ഇതിപ്പോൾ അമ്മ അത്യാവശ്യം സ്റ്റിച്ചിങ്ങിന് എക്സ്പേർട്ട് ആയ കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ സ്കേർട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ഊരിയിടുകയാണ്. കാരണം സ്കേർട്ട് ആകുമ്പോൾ കംപ്ലീറ്റ് അത് ജോയിൻ്റ് ആവുമല്ലോ. അപ്പോൾ ആ ഒരു ഷേപ്പ് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഷേപ്പിൻ്റെ കുറച്ച് ഭാഗം മാത്രം വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അത് ഊരിയിട്ടിട്ട് നേരത്തെ പോലെ രണ്ട് മടക്കാക്കിയിട്ട് വീണ്ടും മടക്കുക ചെയ്യണേ. എന്നിട്ട് പിന്നെ ഷേപ്പ് വെട്ടിക്കൊടുക്കുക ചെയ്തത്. ഷേപ്പ് ഇപ്പോൾ നമുക്ക് അളവൊന്നും ഇല്ലാതെ ഷേപ്പ് വെട്ടാൻ അറിയില്ല വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചുരിദാർ മേലെ വെക്കുക. എന്നിട്ട് ആ ഷേപ്പ് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ അതേ ഷേപ്പിൽ അങ്ങോട്ട് വെട്ടിക്കൊടുക്കുക. അപ്പോൾ അറിയാത്ത ആൾക്കാരാകുമ്പോൾ ഏറ്റവും എളുപ്പമുള്ളത് അതായിരിക്കും. ഇപ്പം ഞാൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെയാവും ചെയ്യുക. പക്ഷേ അമ്മയ്ക്ക് അറിയണത് കാരണം അമ്മ ഇങ്ങനെ ജസ്റ്റ് ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് അങ്ങനെ വെട്ടുന്നേ ഉള്ളൂ. അത് അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അധികം ക്ലിയർ ആവുന്നില്ല എന്നേ ഉള്ളൂ. അമ്മ അവിടെ വരച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ വെട്ടി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്കേർട്ട് വെച്ചിട്ട് ഒരു കയ്യിൽ ഒരു ചുരിദാർ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ എളുപ്പമാവും കേട്ടോ. ഇങ്ങനെ ഷേപ്പ് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഫുൾ വീഡിയോ ഇടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് ഇടണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു സംശയത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. എടുത്തപ്പോൾ ഉപകാരമാവുമോ എന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ അങ്ങനെ ഉപകാരമാവും എല്ലാവർക്കും, അത്യാവശ്യം വ്യൂസ് വരും, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊന്നും ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ എല്ലാ വീഡിയോ എടുക്കണ പോലെ അങ്ങനെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ടില്ല. എന്നാലും എനിക്ക് ഉള്ളത് വെച്ചിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ കഴുത്ത് വെട്ടാനായിരുന്നു. അപ്പോൾ കഴുത്ത് വെട്ടാൻ വേണ്ടിയിട്ട് അളന്നെടുത്തിട്ടാണ് നമ്മൾ കഴുത്ത് വെട്ടണത്. അപ്പോൾ കഴുത്തിൻ്റെ വണ്ണം വന്നിട്ട് വീതി വന്നിട്ട് 2.5 എപ്പോഴും എടുക്കാറുള്ളത്. പിന്നെ ഇത് ഇറക്കം 4.5 ഒക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡും ഫ്രണ്ടും ബാക്കും ഒരുപോലെ ആണെങ്കിൽ രണ്ടും 4.5 തന്നെ എടുത്തോളൂ. അതല്ല ഫ്രണ്ട് കുറച്ച് കയറിയിട്ട് ബാക്ക് ഇറങ്ങിയിട്ടാണെങ്കിൽ ഇറക്കത്തിൽ കുറച്ച് വ്യത്യാസം വരുത്തിയാൽ മതി. അപ്പോൾ അമ്മ ബാക്കും ഫ്രണ്ടും രണ്ട് രീതിയിലാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. രണ്ടും ഒരുപോലെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കംപ്ലീറ്റ് വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് അതുപോലെ ഉണ്ട്. എന്നിട്ട് പിന്നെ അമ്മ എന്നെ സ്റ്റിച്ച് ചെയ്ത് തരാ ചെയ്തത്. ഞാൻ ഉറങ്ങി നിൽക്കുമ്പോഴേക്കും അമ്മ സ്റ്റിച്ച് ചെയ്ത് തന്ന കാരണം സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അമ്മ രാത്രി ഇരുന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ കഴുത്തിൽ ഇത് അതുപോലെ ഒരു പീസ് വെച്ചിട്ട് അങ്ങനെ കഴുത്ത് സ്റ്റിച്ച് ചെയ്തു. പിന്നെ കയ്യിൽ അമ്മ ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് കൈ അവിടെ ജോയിൻ ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു ലൈസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ തന്നെ ഇതൊരു ധാവണി സെറ്റായിരുന്നു. അപ്പോൾ ആ ധാവണിയുടെ ഷോളിൻ്റെ ദുപ്പട്ടയുടെ മുകളിലത്തെ ലൈസ് എപ്പോഴോ ഊരി വെച്ചതായിരുന്നു. ആ ഊരി വെച്ച കഷ്ണം ഞാൻ എന്ത് ചെയ്തു, കയ്യിൽ വെച്ചിട്ട് തുന്നി കൊടുക്കുക ചെയ്തത്. രാത്രി ആയതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ കൈ കൊണ്ട് നൂലും സൂചി വെച്ച് തുന്നി കൊടുക്കുക ചെയ്തത്. അപ്പോൾ തുന്നി കൊടുക്കുമ്പോൾ എനിക്ക് ഇട്ട് നോക്കുമ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ല. കറക്റ്റ് ഇതിൻ്റെ അളവെടുത്ത് ഞാനങ്ങനെ തുന്നി കൊടുക്കുക ചെയ്തത്. തുന്നി കൊടുത്തപ്പോൾ എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടി കേട്ടോ. പിന്നെ ഇത് ഊരിപ്പോകുമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തുന്നി കൊടുക്കാം. ഇനി മെഷീൻ ഇല്ലെങ്കിലും നമുക്ക് അതുപോലെ കട്ട് ചെയ്തിട്ട് കൈ കൊണ്ട് ഇത് തുന്നാം കേട്ടോ. ഇത് വേണമെന്ന് മെഷീൻ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ലൈസാണ് ഞാൻ എടുത്തത്. ഇത് ആ ദുപ്പട്ടയുടെ മുകളിൽ നിന്ന് ഊരിയ കാരണം തന്നെ കുറേ ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് കഷ്ണമാണ് ഞാൻ ഊരി എടുത്തത്. അപ്പോൾ അത് സെയിം ആണ് കാണിച്ചതിന് വേണ്ടി തന്നെ അതിൻ്റെ ധാവണിയുടെ താഴെയുള്ള പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു സ്കേർട്ടിൻ്റെ താഴെയുള്ള പോർഷൻ ആ ലൈസും സെയിം ആണ്. കാരണം അത്
ഇട്ടിരിക്കുന്നത് ആ ഡ്രസ്സിൻ്റെ ലേസ് തന്നെയാണ്. പിന്നെ ഈ ഒരു സൈഡിൽ പാവാടയുടെ അതേ വണ്ണത്തിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പാവാടയുടെ വണ്ണം ഊരിയിട്ടില്ല, ആ ഒരു ഷേപ്പിൻ്റെ ഭാഗം മാത്രമേ ഊരിയെടുത്തിട്ടുള്ളൂ. അതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ആ ഷേപ്പ് വരെ മാത്രമേ തുന്നൽ ഊരിയിട്ടുള്ളൂ. അത് ബാക്കി പാവാടയുടെ അതേ വീതി. പിന്നെ വീതി അത്ര വേണ്ട ഡ്രസ്സിന്. അങ്ങനെയാണെന്ന് വെച്ചാൽ വീതി വേണമെങ്കിൽ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നെ വീതി അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. അത്ര വിലങ്ങ് ആ ഡ്രസ്സിന് കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. കുറവ് വേണമെങ്കിൽ അവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.